ഹരിയേട്ടാ. ആ ശബ്ദം കാതിലേക്ക് തുളച്ചു കയറുന്നതുപോലെ തോന്നിയതും അവൻ ഒന്ന് ശക്തിയായി തല കുടഞ്ഞു. ശേഷം രണ്ട് കൈകൾ കൊണ്ടും മുഖമമർത്തി തുടച്ചുകൊണ്ടിരുന്ന ഇടത്തു നിന്നും എഴുന്നേറ്റു. ശക്തമായ മാനസിക സമ്മർദ്ദത്തിന്റെ ഫലം എന്നവണ്ണം അവന്റെ കണ്ണുകൾ രണ്ടും ചുവന്നിരുന്നു. ഹരി. ജിതിന്റെ ശബ്ദം പിന്നിൽ കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി. സ്ഥലകാല ബോധമില്ലാത്തതുപോലെയുള്ള അവന്റെ നിൽപ്പും മട്ടും കണ്ടപ്പോൾ ജിതിന് അവനോട് സഹതാപം തോന്നി. വളർന്നു കിടക്കുന്ന തലമുടിയും വെട്ടിയൊതുക്കാത്ത താടിയും ചുവന്നു കലങ്ങിയ കണ്ണുകളും ഒക്കെയായി ഒരു പ്രാകൃതനാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന് അവന് തോന്നി. സൗന്ദര്യവും പ്രസരിപ്പും ആവോളമുണ്ടായിരുന്ന പഴയ ഹരിയെ ഒരു നിമിഷം അവൻ ഓർത്തു. എങ്ങനെയൊക്കെയാണ് വിധി ഒരു മനുഷ്യനെ മാറ്റിമറിക്കുന്നത്. ഇന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞു, ഞാൻ ഇറങ്ങട്ടെ? ജിതിന്റെ ചോദ്യത്തിന് ഒന്ന് തലയാട്ടിക്കൊണ്ട് അവൻ വിദൂരത്തിലേക്ക് നോക്കി നിന്നു. വീട്ടിലേക്ക് പോകുന്നില്ലേ ഹരി? ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ജിതിന്. ഇത്തിരി നേരത്തെ കഴിയുകയാണെങ്കിൽ ആ നിമിഷം വീട്ടിലേക്ക് ഓടിയിരുന്നവനാണ് അവൻ. ഇന്ന് കാരണങ്ങൾ ഉണ്ടാക്കി ഇവിടെ തന്നെ നിൽക്കുന്നുവെങ്കിൽ എത്രത്തോളം അവൻ്റെ മനസ്സ് മുറിവേറ്റിരിക്കും. ഗേറ്റ് കടന്നു പുറത്തേക്ക് പോകുമ്പോഴും ജിതിന്റെ മനസ്സ് അകത്ത് തനിച്ചിരിക്കുന്നവനെ കുറിച്ച് ഓർത്ത് നേറി. എന്താണ് അവന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് ഇപ്പോഴും അറിയില്ല. ദേവിക ശ്രീമംഗലത്തേക്ക് തിരികെ പോയി എന്ന് മാത്രം അറിഞ്ഞു. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം ഹരി ഒഴിഞ്ഞു മാറുന്നതിനാൽ പിന്നീട് അത് ചോദിക്കാനും അവൻ മുതിർന്നില്ല. ഹരി ആരോടോ ഉള്ള വാശി പോലെ വീണ്ടും വീണ്ടും എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരുന്നു. അവൻ്റെ ശരീരം തളരുകയും ക്ഷീണിക്കുകയും ചെയ്തു. എന്നിട്ടും പിന്മാറാത്തതുപോലെയായിരുന്നു അവൻ്റെ പെരുമാറ്റം. രാത്രി 9 മണി കഴിഞ്ഞതിന് ശേഷമാണ് അവൻ വീട്ടിലേക്ക് തിരിച്ചത്. പോകുന്ന വഴിയിൽ സ്ഥിരം തട്ടുകടയിൽ നിന്നും 2 ദോശ വാങ്ങിക്കഴിച്ചു. അത് തന്നെയാണ് ഇപ്പോൾ സ്ഥിരമായി കഴിക്കുന്നത്. വീട്ടുമുറ്റത്ത് ബൈക്ക് നിർത്തിയതിന് ശേഷം അവൻ അകത്തേക്ക് നടന്നു. കാർത്തിക അവനെ കണ്ടതും ഒരു വശത്തേക്ക് ഒതുങ്ങിയിരുന്നു. മുറിയിലെ കട്ടിലിൽ കിടക്കുകയായിരുന്ന കല അവൻ വന്നതും അകത്തേക്ക് കയറുന്നതും എല്ലാം അറിഞ്ഞിരുന്നുവെങ്കിലും അവിടെ നിന്ന് എഴുന്നേറ്റില്ല. അപ്പോഴേക്കും അവൻ തൻ്റെ മുറിയിൽ നിന്ന് മാറാനുള്ള വസ്ത്രവുമായി പുറത്തെ കുളിമുറിയിലേക്ക് പോയിരുന്നു. ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ കാർത്തിക ബുക്ക് മടക്കി വെച്ച് മുറിയിലേക്ക് കയറിപ്പോയി. അവിടെ വെറുതെ കണ്ണുകൾ അടച്ച് കിടക്കുന്ന കലയുടെ അരികിലേക്ക് കയറി കിടക്കുമ്പോൾ തൻ്റെ വീടിന് സംഭവിച്ച മാറ്റത്തിൽ അവൾക്ക് അത്ഭുതമായിരുന്നു. ഇങ്ങനെ ഒരു കാലഘട്ടം തങ്ങൾക്ക് വന്നു ചേരുമെന്ന് ആരെങ്കിലും കരുതിയിരുന്നതാണോ? ആ സമയം നന്ദു സിറ്റൗട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. പുറത്ത് ഹരി തുണി അലക്കുന്ന ശബ്ദം കേൾക്കാം. അത് ശ്രദ്ധിച്ചുകൊണ്ട് അവൻ അങ്ങനെ തന്നെ ഇരുന്നു. ഇത്തിരി നേരം കൂടി കഴിഞ്ഞപ്പോൾ ഹരി തല തുവർത്തിക്കൊണ്ട് കയറി വരുന്നത് അവൻ കണ്ടു. ഏട്ടൻ എന്നോടും പിണക്കത്തിലാണോ? അവൻ പരിഭവത്തോടെ ചോദിച്ചപ്പോൾ അവൻ കൈ ഉയർത്തി നന്ദുവിൻ്റെ തോളിൽ ചെറുതായി തട്ടി. എനിക്ക് എന്ത് പിണക്കം? എനിക്കാരോടും പിണക്കമില്ല പറഞ്ഞുകൊണ്ട് അവൻ മുറിയിൽ കയറി വാതിലടയ്ക്കുമ്പോൾ നന്ദുവിൻ്റെ കണ്ണുകൾ കലങ്ങി ചുവന്നുപോയി. അവയിൽ നിന്നും നീർമുത്തുകൾ താഴേക്ക് പൊഴിഞ്ഞു. ദേ പെണ്ണെ, നീ ഇങ്ങനെ മുറിക്കകത്ത് തന്നെ കയറിയിരുന്ന നിനക്ക് തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ട് എന്ന് നാട്ടുകാർ പറഞ്ഞുണ്ടാക്കും. പിന്നെ നിന്നെ ഏറ്റെടുക്കാൻ ആരെങ്കിലും തയ്യാറാവുമോ? മഹേശ്വരിയുടെ ചോദ്യം കേട്ടതും ദേവിക ഇരുന്ന ഇരിപ്പിൽ നിന്നും പിടഞ്ഞെഴുന്നേറ്റു. എന്നെ എന്തിനാ ആരെങ്കിലും ഏറ്റെടുക്കുന്നത്? ചോദിക്കുമ്പോൾ അവളുടെ സ്വരം മുറുകിയിരുന്നു. പിന്നെ എന്നും ഇങ്ങനെ തന്നെ കഴിയാമെന്നാണോ? കെട്ടിയവനുമായി പിരിഞ്ഞ സ്ഥിതിക്ക് നിന്നെ കെട്ടിച്ചാലേ എനിക്ക് സമാധാനമാകൂ. രാഹുലിനോട് പറഞ്ഞ് ഞാൻ നല്ല ഏതെങ്കിലും വക്കീലിനെ ഏർപ്പാടാക്കാം. അവർ പറഞ്ഞപ്പോൾ ദേഷ്യം കൊണ്ട് അവൾ തൻ്റെ പല്ലുകൾ ഞെരിച്ചു. അവളുടെ കൈകൾ വസ്ത്രത്തിൽ മുറുകുകയും ചെയ്തു. എന്താ ഒന്നും പറയാത്തത്? എന്തായാലും വിശേഷമൊന്നും ആകാത്തത് ഭാഗ്യമായി. അതാലോചിച്ച് കുറച്ച് ദിവസം എനിക്ക് ഉറക്കം പോലും ഇല്ലായിരുന്നു. അങ്ങനെ എങ്ങാനും സംഭവിച്ചിരുന്നുവെങ്കിൽ ആ കുഞ്ഞിനെ കൊന്ന പാപം കൂടി ചുമക്കേണ്ടേ? അവർ പറഞ്ഞുകൊണ്ടിരുന്നതും ദേവികയ്ക്ക് വല്ലാത്ത നീരസം തോന്നി. അമ്മയുടെ സ്വഭാവം നന്നായി അറിയാവുന്നതാണ്. എന്നിട്ടും ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അംഗീകരിക്കാൻ കഴിയുന്നില്ല. പക്ഷേ മൗനം പാലിക്കുന്നത് തന്നെയാണ് നല്ലത്. ആ സമയമാണ് ദേവികയുടെ കഴുത്തിലുണ്ടായിരുന്ന താലിമാല മഹേശ്വരിയുടെ കണ്ണിൽപ്പെട്ടത്. ഇത്രയൊക്കെ ആയിട്ട് ഇതെന്തിനാ ഇനി കഴുത്തിൽ കെട്ടിത്തൂക്കി ഇട്ടുകൊണ്ട് നടക്കുന്നത്? അതങ്ങ് കളഞ്ഞേക്ക് പറഞ്ഞുകൊണ്ട് മഹേശ്വരി അതിൽ പിടിമുറുക്കിയതും അവൾ ഞെട്ടലോടെ അവരുടെ കൈ തട്ടിമാറ്റിക്കൊണ്ട് പിന്നിലേക്ക് മാറി. അവളുടെ മുഖം അപ്പോൾ വല്ലാതെ മുറുകിയിരുന്നു. ആ മുഖത്തെ അപ്പോഴത്തെ ഭാവം കണ്ട് അവരും ഒന്ന് അമ്പരന്നു പോയി. അങ്ങനെ ഒരു പ്രതികരണം അവർ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് സത്യം.
എന്താടി അതിൽ തൊട്ടപ്പോ നിനക്ക് പൊള്ളിയോ? കുറച്ചുനാൾ കൂടെ പൊറുത്തതിനു ശേഷം ഒരു കാര്യവുമില്ലാതെ ഉപേക്ഷിച്ചവനെ പറഞ്ഞപ്പോ നിനക്ക് നോവേണ്ട കാര്യമെന്താ? അവന്റെ താലി കഴുത്തിൽ ഇരിക്കേണ്ട കാര്യമെന്താ? മര്യാദയ്ക്ക് അത് ഊരിക്കളഞ്ഞോ? കോടതിയിന്ന് ബന്ധം കൂടി ഒഴിവായി കിട്ടിയാൽ ഒരുത്തന്റെ കയ്യിൽ നിന്നെ ഞാൻ പിടിച്ചു കൊടുക്കും. എങ്ങനെയെങ്കിലും എല്ലാം ഒരു കരയ്ക്കെത്തിക്കാൻ നോക്കുമ്പോ നാടകം കളിച്ചാലുണ്ടല്ലോ. അവരുടെ മനസ്സിലെ ദേഷ്യം മുഴുവൻ ആ വാക്കുകളിലുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഗോകുലിന്റെയും ദേവികയുടെയും വിവാഹം നടത്തുക എന്ന സ്വപ്നവുമായാണ് അവർ ഇപ്പോൾ കഴിയുന്നത്. ഇരുവരുടെയും അടുപ്പം കാണുമ്പോൾ അത് നടക്കുമെന്ന പ്രതീക്ഷയുമുണ്ട്. അപ്പോഴാണ് ദേവികയിൽ നിന്നും ഇങ്ങനെ ഒരു പ്രവൃത്തി. അതവരെ ഒട്ടൊന്നുമല്ല അലോസരപ്പെടുത്തിയത്. ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അമ്മ ഊഹിച്ചെടുത്തതല്ലേ? എന്നെ ഹരിയേട്ടൻ ഉപേക്ഷിച്ച് കളഞ്ഞതാണ് എന്ന് അമ്മയോട് ആര് പറഞ്ഞു? ആ മനുഷ്യൻ അങ്ങനെ ചെയ്തിട്ടില്ല. അത് പറയുമ്പോൾ അവളുടെ സ്വരം ഇടറിയിരുന്നു. അതുകൂടി കേട്ടതും അവർക്ക് വല്ലാത്ത ദേഷ്യം വന്നു. പിന്നെ എന്തിനാടി നീ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? മനുഷ്യന്റെ ഉള്ള സമാധാനം കൂടി കളയാനോ? പ്രതീക്ഷകൾ മുഴുവൻ വെള്ളത്തിലാവുകയാണ് എന്ന് കണ്ടതും അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ഒരു പാപം കൂടി ആ മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് അവൾ ശരവേഗത്തിൽ ബാത്റൂമിനുള്ളിൽ കയറി വാതിലടച്ചപ്പോൾ അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകാതെ മഹേശ്വരി അങ്ങനെ തന്നെ നിന്നുപോയി. ബാത്റൂമിൽ കയറിയ പാടെ അവൾ ടാപ്പ് തുറന്നു വിട്ടു. ഇപ്പോൾ നാളുകളായി ആ പൈപ്പ് അവളുടെ ആത്മാർത്ഥ സുഹൃത്ത് പോലെയാണ്. അവളുടെ അടക്കിപ്പിടിച്ച തേങ്ങലുകൾ ആ ബാത്റൂമിനുള്ളിൽ മാത്രം മുഴങ്ങിക്കേട്ടു. ഇതിപ്പോൾ സ്ഥിരമാണ്. കുറച്ചു നേരം നോക്കിയിരുന്നിട്ടും അവൾ തിരികെ ഇറങ്ങുന്നില്ല എന്ന് കണ്ടതും മഹേശ്വരി അവളെ ചീത്ത പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നിരുന്നു. പിന്നെയും 15 മിനിറ്റോളം കഴിഞ്ഞതിന് ശേഷമാണ് അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. മുറിയിൽ തൻ്റെ അമ്മയില്ല എന്ന് കണ്ടപ്പോൾ തന്നെ അവൾക്ക് പകുതി ആശ്വാസമായി. ഇല്ലെങ്കിൽ ഇനി കാരണം ബോധിപ്പിക്കേണ്ടി വരും. കസാരയിൽ കിടന്ന ടവൽ എടുത്ത് മുഖം അമർത്തി തുടച്ചുകൊണ്ട് അവൾ കണ്ണാടിയിൽ നോക്കി. മുഖം ചെറുതായി വീങ്ങിയിട്ടുണ്ട്. എങ്കിലും സൂക്ഷിച്ചു നോക്കിയാലേ അറിയാൻ കഴിയൂ. കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്ന് മനസ്സിനെ ശാന്തമാക്കിയതിന് ശേഷം അവൾ മാധവന്റെ മുറിയിലേക്ക് നടന്നു. മനസ്സിന് ഇത്തിരി ആശ്വാസം വേണമെന്ന് തോന്നുമ്പോൾ അവൾ അവിടെ പോയി ഇരിക്കാറുണ്ട്. ഗോകുൽ വീട്ടിലില്ലാത്ത സമയത്താണ് അത് ചെയ്യാറ്. ഇല്ലാത്തപ്പോൾ ഗോകുൽ അവളെ തനിച്ചാക്കാറില്ല. അവളെ കണ്ടതും അയാൾ എഴുന്നേറ്റിരുന്നു കൊണ്ട് അവളെ അടുത്തേക്ക് വിളിച്ചു. സങ്കടം അവൾ പുറമേ കാണിക്കാറില്ല എങ്കിലും കുട്ടിക്കാലം മുതലേ അവളെ കാണുന്ന അയാൾക്ക് അത് മനസ്സിലാകാതെ ഇരിക്കില്ലല്ലോ. മോൾക്കിവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെയുണ്ട് എങ്കിൽ എന്നോട് പറയാതിരിക്കരുത്. അയാൾ അവളെ തോളോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അത് പറയുമ്പോൾ അവൾ മുഖത്ത് പ്രസന്നത വരുത്താൻ ശ്രമിച്ചു. മനസ്സിലെ വേദനകൾ ഒരിക്കലും ഇദ്ദേഹത്തോട് പറയാൻ കഴിയില്ല. ആ മനസ്സിന് അതൊന്നും നേരിടാനുള്ള ശക്തി ഇല്ലാത്തതാണ്. അവൾ ഒന്നും പറഞ്ഞില്ല എങ്കിലും തൻ്റെ ഭാര്യയും സഹോദരിയും അവളോട് എങ്ങനെയാകും പെരുമാറുന്നത് എന്ന് അയാൾ ഊഹിച്ചെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മാവ. എൻ്റെ അമ്മയെ കൊണ്ടുള്ള ശല്യം മാത്രമേ ഉള്ളൂ. പറഞ്ഞുകൊണ്ട് അവൾ പുഞ്ചിരിച്ചതും അയാളും തൻ്റെ സഹോദരിയെ ഓർത്ത് ചിരിച്ചുപോയി. പണ്ട് തൊട്ട് മഹേശ്വരി ഇങ്ങനെ തന്നെയാണ്. വിവാഹം കഴിഞ്ഞു പോയതിനു ശേഷം അവരുടെ ഭർത്താവിനെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ മാധവനെ പേടിയുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തിരിയെങ്കിലും ഒതുങ്ങി നിൽക്കുന്നത്. മോളെ, മാധവൻ എന്തോ ഗൗരവമുള്ള കാര്യം പറയാൻ തുടങ്ങുകയാണ് എന്ന് അവൾക്ക് മനസ്സിലായി. അയാളും അത് ചോദിക്കാൻ പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു. എന്താ അമ്മാവ? അയാളുടെ മനപ്രയാസം കണ്ടുകൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ തന്നെ അവൾ ചോദിച്ചു. ഹരി, അവനും മോളുമായി എന്താ പ്രശ്നം? അയാളുടെ ചോദ്യത്തിനു മുന്നിൽ അവൾ അല്പനേരം നിശബ്ദയായി. അതമ്മാവ, ഞാൻ അമ്മാവനോട് എല്ലാം പറയാം. പക്ഷേ ഇപ്പോൾ വേണ്ട. പറഞ്ഞുകൊണ്ട് അയാളുടെ കയ്യിൽ ഒന്ന് തട്ടി അവൾ മുറിയിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ അയാൾ ആലോചനയോടെ അങ്ങനെ തന്നെ നിന്നു. അവൾ പോയതിൻ്റെ പിന്നാലെ തന്നെ വരലക്ഷ്മി മുറിയിലേക്ക് കയറി വന്നു. അവരുടെ മുഖം വല്ലാതെ മുറുകിയിരുന്നു. അവൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? അവരുടെ സ്വരത്തിൽ ദേവികയോടുള്ള സകല ദേഷ്യവും കലർന്നിരുന്നു. മഹേശ്വരിയുടെ മകൾ എന്നതിനേക്കാൾ ഹരിയുടെ ഭാര്യ എന്ന സ്ഥാനമാണ് അവർ ഇപ്പോൾ അവൾക്ക് കൊടുക്കുന്നത്. കുടുംബത്തെ നാണം കെടുത്തി പോയവളോടുള്ള ദേഷ്യം മരിച്ചാലും മറക്കില്ല എന്ന ഭാവമായിരുന്നു അവർക്ക്. അവൾക്ക് ഇങ്ങോട്ടേക്ക് വന്നുകൂടാ എന്നുണ്ടോ?
അയാൾ സാധാരണ മട്ടിൽ ചോദിച്ചു. അയാളുടെ മനസ്സ് സങ്കടപ്പെടുത്തരുത് എന്ന് ഡോക്ടറിന്റെ നിർദ്ദേശമുള്ളതുകൊണ്ട് മാത്രം അവർ പിന്നെ ഒന്നും മിണ്ടിയില്ല. എങ്കിലും അവരുടെ ഉള്ള് ഇങ്ങനെ നീറിപ്പുകയുന്നുണ്ട്. ദേവിക ഇവിടെ നിൽക്കുന്നത് തന്നെ അവർക്ക് തീരെ ഇഷ്ടമാകുന്നില്ല. പക്ഷേ മഹേശ്വരിക്കും തറവാട്ടിൽ അവകാശമുള്ളതുകൊണ്ട് ഇറക്കിവിടാൻ കഴിയില്ല. പിന്നെ തന്നോളം പോന്ന മക്കളുടെ അഭിപ്രായവും മുഖവുരക്കി എടുക്കണമല്ലോ. ഇതൊക്കെ കൊണ്ട് മാത്രം സഹിച്ചു നിൽക്കുന്നതാണ്. ഹെൽമെറ്റ് ഊരി കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രജിൽ മുന്നിൽ നിൽക്കുന്നവളെ നോക്കി. അവന്റെ മുഖത്തേക്ക് പോലും നോക്കാതെയാണ് നിൽക്കുന്നത്. എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ഇക്കാര്യത്തിൽ ഒരു ഗുണവും കിട്ടുന്നില്ലല്ലോ എന്ന നിരാശ അവന്റെ മുഖത്ത് കാണാനുണ്ടായിരുന്നു. ഇനിയും എന്നെ ഇങ്ങനെ അവഗണിച്ചാ ഞാൻ എൻ്റെ പാട് നോക്കി പോകും. ഇപ്പോൾ തന്നെ എനിക്ക് എന്തുമാത്രം ജോലി ഉണ്ടായിരുന്നു എന്ന് അറിയാമോ? അച്ഛന് സുഖമില്ലാത്തത് കൊണ്ട് ഏട്ടനെ കൊണ്ട് എല്ലാം കൂടി നോക്കി നടത്താൻ കഴിയുന്നില്ല. ഇത്രയും തിരക്കിനിടയിലും ഞാൻ ഓടിപ്പാഞ്ഞു വന്നത് നിന്നെ കാണാനാണ്. നീയാണെങ്കിൽ എന്നെ കാണുമ്പോൾ 1 കിലോമീറ്റർ മാറി നിൽക്കും. മുൻപിൽ തലകുനിച്ച് നിൽക്കുന്നവളെ നോക്കി പ്രജിൽ പരിഭവത്തോടെ പറഞ്ഞു. അവളാകട്ടെ അവന്റെ മുഖത്തേക്ക് നോക്കിയതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. നിനക്കെന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ? അവന്റെ ചോദ്യത്തിന് അവൾ അല്ല എന്ന് തലയാട്ടുക മാത്രം ചെയ്തു. സാമ്പത്തികമായി താഴേക്കിടയിലായിരുന്നിട്ടും സാധാരണയിലും അധികം സൗന്ദര്യത്തോടു കൂടി ജനിച്ച മകൾക്ക് അവളുടെ അമ്മ കൊടുത്ത ഒരേ ഒരു ഉപദേശമാണ് സ്വയം സൂക്ഷിക്കണമെന്നത്. ലോകത്തിന്റെ കാപട്യതകൾ എപ്പോഴും അറിഞ്ഞിരിക്കണം എന്നും ചതിയിൽ ചെന്ന് കുടുങ്ങരുത് എന്നും അവർ സദാ ഉപദേശിക്കുന്നത് കൊണ്ടാകാം പ്രജിൽ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവളെ അവന്റെ വഴിക്ക് കിട്ടാത്തത്. നിനക്ക് താല്പര്യമില്ല എങ്കിൽ ഇനിയും ഈ ബന്ധത്തിൽ കടിച്ചു തൂങ്ങി കിടക്കാൻ ഞാനും ഒരുക്കമല്ല. സ്നേഹം ഒരാൾക്ക് മാത്രം തോന്നിയാൽ പോരല്ലോ. എന്തായാലും നിന്റെ പിന്നാലെ വന്ന് ശല്യം ചെയ്യാൻ ഞാൻ നിൽക്കുന്നില്ല. പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയപ്പോൾ അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ നിറയുന്നത് കണ്ടതും അവൻ അങ്ങനെ തന്നെ നിന്നു. എൻ്റെ ഒപ്പം ഒരു കോഫി കുടിക്കാൻ വിരോധമുണ്ടോ? അതോ അതും പേടിയാണോ? അവന്റെ ചോദ്യം കേട്ടതും അവൾ മനസ്സില്ലാ മനസ്സോടെ തലയാട്ടി. അവൻ കോഫി കുടിക്കാനായി എവിടേക്കെങ്കിലും ക്ഷണിക്കുമോ എന്ന പേടിയായിരുന്നു അപ്പോൾ അവളിൽ. നീ പേടിക്കണ്ട, നിന്നെ ഞാൻ എങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല. അപ്പുറത്ത് ഒരു കോഫി ഷോപ്പുണ്ട്, അവിടെ പോയി കുടിക്കാം. പറഞ്ഞുകൊണ്ട് അവൻ അവളെ അളക്കുന്നത് പോലെ നോക്കി. സമ്മതിച്ച മട്ടാണ്. അവൻ അവളുമായി അവിടേക്ക് പോവുകയും 10 മിനിറ്റിനകം അവളെ തിരിച്ചു വിടുകയും ചെയ്തു. അതോടെ അവളുടെ മനസ്സിൽ അവന്റെ സ്ഥാനം കുറച്ചുകൂടി മുകളിലായി എന്ന് പറയാം. വിശ്വാസക്കുറവുണ്ടായിട്ടല്ല, തൻ്റെ കാര്യം താൻ തന്നെ ശ്രദ്ധിക്കണമെന്ന തോന്നലാണ് അവളുടെ ഉള്ളിൽ. ഇത്രയും സാമ്പത്തികമുള്ള ഒരു വീട്ടിലെ യുവാവിന് തന്നോട് തോന്നുന്ന സ്നേഹം, അത് എത്ര ആത്മാർത്ഥമാണെങ്കിൽ പോലും വിവാഹത്തിൽ എത്തുമോ എന്ന് അവൾ ഭയപ്പെടുന്നു. ആ ഭയം തന്നെയാണ് ഇത്രയും നാൾ അവളെ സംരക്ഷിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. വീട്ടിലേക്ക് പോകാനായി അവൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നത് കണ്ടുകൊണ്ട് അവൻ ബൈക്ക് തിരിച്ചു. അവളെ തൻ്റെ ആഗ്രഹത്തിന് കിട്ടാൻ ഇനി അധികം സമയം വേണ്ടി വരില്ല എന്ന് അവൻ തിരിച്ചറിഞ്ഞിരുന്നു. വീടിന് മുന്നിലെ റോഡിൽ ഹോൺ കേട്ടതും സുധ കൈകൾ കഴുകിക്കൊണ്ട് മുറ്റത്തേക്കിറങ്ങി. പതിവായി എത്തുന്ന മീൻകാരനാണ് വന്നത്. അയാളോട് തർക്കിച്ചും വിലപേശിയും ചൂണ്ടുവിരലോളം പോന്ന ചെറിയ ചാളയുമായാണ് അവർ കയറി വന്നത്. അത് വെട്ടി കറി വെക്കുന്നതിനിടയിൽ അകത്തെ മുറിയിൽ നിന്ന് എന്തോ ശബ്ദം കേട്ടു. അതോടെ അവർ വെപ്രാളപ്പെട്ട് കൈകൾ കഴുകിക്കൊണ്ട് അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. അവിടെ കട്ടിലിൽ തളർന്നു കിടക്കുന്ന രൂപം. എത്രയൊക്കെ മനസ്സ് അതുമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞുവെങ്കിലും കാണുമ്പോൾ അവരുടെ മനസ്സ് സങ്കടം കൊണ്ട് വിങ്ങും. മാസങ്ങൾക്ക് മുമ്പ് വരെ ചുറുചുറുക്കോടെ ഓടി നടന്ന മനുഷ്യനാണ്. അയാൾ നല്ല ഉറക്കത്തിലാണ് എന്ന് കണ്ടതും അവർ ആശ്വാസത്തോടെ തിരിഞ്ഞു നടന്നു. വീണ്ടും അടുക്കളയിലേക്ക് പോകാൻ ഒരുങ്ങവെയാണ് മുറിക്കുള്ളിൽ ആലോചനയോടെ ഇരിക്കുന്നവളെ അവർ കാണുന്നത്. ഇങ്ങനെ ഇരിക്കാതെ നിനക്ക് അടുക്കളയിൽ വന്ന് എന്നെ ഒന്ന് സഹായിച്ചാൽ എന്താ? അവരുടെ ചോദ്യം കേട്ടതും പുറത്തേക്ക് നോട്ടം പായിച്ചിരുന്നവൾ ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. കണ്ണുകൾക്ക് താഴെ ഇരുളിമ പടർന്ന് ദേഹം മെലിഞ്ഞ ആ രൂപം പഴയ അപർണയുടെ ഒരു നിഴലാണ് എന്ന് പറയാം. അമ്മ ഒന്ന് പോയേ. പറഞ്ഞുകൊണ്ട് അവൾ അങ്ങനെ തന്നെ ഇരുന്നതും സുധ ദേഷ്യത്തോടെ തിരിഞ്ഞു നടന്നു. ഉള്ളതെല്ലാം പണയപ്പെടുത്തി ഒരുത്തിയെ പറഞ്ഞു വിട്ടതാണ്. ഇളയതൊന്നും ഉണ്ട് എന്ന് പോലും അപ്പോൾ ചിന്തിച്ചില്ല. എന്നിട്ട് അവൾ കൊടുത്ത സമ്മാനം കണ്ടില്ലേ? ഭർത്താവിൻ്റെ അവസ്ഥയോർത്ത് കണ്ണുനീർ വാർത്തുകൊണ്ട് അവർ തൻ്റെ ജോലി തുടർന്നു.